ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഡ്രൈവിങ്ങിൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ ക്ലച്ച് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ വണ്ടി ഡ്രൈവ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ്. എന്തായാലും ഞാൻ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ച് നിങ്ങളെ കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്ലച്ചിന്റെ യൂസ് വരുന്നത് ഗട്ടർ റോഡുകളിലാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യേണ്ടത് ഗട്ടർ റോഡുകളിലാണ്. ഇപ്പം ഞാൻ വണ്ടിയായിട്ട് നിൽക്കുന്നത് മുന്നിലായിട്ട് ചെറിയൊരു ഗട്ടറും മുന്നോട്ട് ചെറിയൊരു കയറ്റവുമുള്ള ഒരു റോഡിലാണ് ഞാൻ വണ്ടിയായിട്ട് നിൽക്കുന്നത്. ഇനി നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള റോഡിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ടതും ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. പലരും ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിക്കുന്നവർ, നമുക്ക് ഫുൾ ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ഹാഫ് ക്ലച്ചിൽ വരേണ്ടതായിട്ട് വരും, പിന്നെ ഫുൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് കാലെടുത്ത് നമുക്ക് ഇത്തരത്തിൽ ഫ്ലോറിൽ വെച്ച് വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും. ഇതാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കേണ്ടത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പെഡലായിട്ട് നിങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കണം. അതായത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫുൾ ക്ലച്ച് മാത്രമല്ല. ചിലപ്പോൾ നമുക്ക് ഫുൾ ക്ലച്ചിനോട് അടുത്ത് ക്ലച്ച് താങ്ങേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ചും കഴിഞ്ഞ് ഒരു പോയിന്റും കൂടെ കുറച്ചും കൂടെ താഴോട്ട് താഴ്ത്തേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങളിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിനോട് അടുത്ത് നമുക്ക് വന്നാൽ മതി ക്ലച്ച്. ചില സിറ്റുവേഷനിൽ നമ്മൾ ക്ലച്ച് റിലീസ് ഫുള്ള് ചെയ്യാതെ, അതായത് റിലീസ് ചെയ്ത് തീരുന്ന പോയിന്റിനോട് അടുത്ത് ചിലപ്പോൾ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ക്ലച്ചിനെ വളരെ ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പെഡലാണെന്ന് നിങ്ങൾ കൃത്യമായിട്ടും ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ വണ്ടി ഇവിടെ ഒരു ഗട്ടർ റോഡിലാണ് എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. നമ്മൾ വണ്ടി എപ്പോൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തും നമ്മൾ ആദ്യം ബ്രേക്കിൽ കാല് വെക്കുക, അതിനുശേഷം ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ശേഷം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കയറ്റത്തോ നിരപ്പത്തോ ഏത് റോഡിലോ ആയിക്കോട്ടെ, ആദ്യം വണ്ടി മൂവ് ആകുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കണം വണ്ടി എടുക്കുന്ന സമയത്ത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കൃത്യമായിട്ടും. അതിനുശേഷം ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നാണ് ഇവിടെ ഞാൻ വണ്ടി അയച്ചെടുക്കുന്നത്. ഇവിടെ ചെറിയ കയറ്റത്തോടും ഗട്ടറോടും കൂടിയ റോഡിലായതുകൊണ്ട് എനിക്ക് ക്ലച്ച് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലേ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ, അതായത് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയെ മൂവ് ആക്കാൻ കഴിയും. വണ്ടി റൺ ചെയ്തതിന് ശേഷം ആക്സിലറേഷൻ കൊടുത്താൽ മതി. അതാണ് വ്യത്യസ്തമായിട്ട് വരുന്ന ക്ലച്ചിൻ്റെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗട്ടറുണ്ട്. ഞാനിങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെക്കുകയാണ്. കാരണം ഇവിടെ മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു ഗട്ടർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എൻ്റെ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് എനിക്കിവിടെ ക്ലച്ച് ഇങ്ങനെ താങ്ങി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് ഇതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്താണ് എടുക്കുന്നത്. ഇവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നിട്ട് ലൈറ്റായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ നമുക്ക് ഹാഫ് ക്ലച്ച് പറ്റത്തില്ല, ഫുൾ ക്ലച്ചിലേക്കും വരണം, ബ്രേക്കിലേക്കും വരണം. കണ്ടോ? അപ്പം ക്ലച്ചിൻ്റെ സിറ്റുവേഷൻ ഇവിടെ മാറി. എന്നാലും നമ്മൾ വണ്ടി എടുത്ത് പോകുന്ന സാഹചര്യങ്ങളിൽ മറ്റു വണ്ടികളില്ല, ഗട്ടർ കൂടുതലാണ്, നല്ല രീതിയിലുള്ള കല്ലും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇതേ ഇങ്ങനെ പതിയെ താഴ്ത്തിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മൂവ് ആക്കിയെങ്കിൽ മാത്രമേ വണ്ടി ഒരുപാട് ചാടാതെ ഗട്ടറിലൂടെ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇവിടെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ താഴെ കണ്ട ഗട്ടറിൽ ഫുൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് കാല് മാത്രം കൊടുത്ത്, അതായത് ആക്സിലറേഷൻ മാത്രം കൊടുത്ത് നമ്മൾ കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ചാട്ടം വണ്ടിക്കകത്തുണ്ടാകും. അപ്പോൾ ആ ചാട്ടം ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ഗട്ടറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മളൊരു ഇറക്കം കൂടിയ ഒരു ഗട്ടറിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്രേക്കും അതോടൊപ്പം തന്നെ ഹാഫ് ക്ലച്ചും കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിൽ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഫുൾ ക്ലച്ച് ചവിട്ടിയേ ഗിയർ ഇടാവുള്ളൂ.
ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക തുടക്കക്കാരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഫുൾ ക്ലച്ച് പല ആൾക്കാരും ചവിട്ടാറില്ല. ഫുൾ ക്ലച്ച് ചവിട്ടാതെയാണ് നിങ്ങൾ ഗിയർ ഇടുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഗിയർ ബോക്സിന് കൃത്യമായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടുക. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ വീണ്ടും മുന്നിലായിട്ടൊരു ഗട്ടർ വന്നു. എൻ്റെ കാലിൽ ബ്രേക്ക് വന്നു. നല്ല രീതിയിലുള്ള ഗട്ടറാണ്, അങ്ങേയറ്റം വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ക്ലച്ച് ചവിട്ടുന്നു ആദ്യം. എന്തിന്? സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്. ഇത് ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. വണ്ടിയുടെ മൂവ്മെൻറ്റ് കുറഞ്ഞു. എന്നിട്ട് ഇതേ ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഞാനിതേ പതുക്കെ എടുക്കുകയാണ്. ഇല്ലെങ്കിൽ ആ മുന്നിൽ പോകുന്ന വണ്ടി പോകുന്നത് പോലെ ചാടി നമ്മുടെ വണ്ടി പോകേണ്ടി വരും. നമുക്ക് പതിയെ സ്ലോ ചെയ്ത് ഗട്ടറിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എൻ്റെ കാലുണ്ട്. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക് വന്നാലും ഇതേ വണ്ടി ഓഫ് ആകത്തില്ല. വീണ്ടും നമുക്ക് വണ്ടിയെ മൂവ് ആക്കാനായിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നതിനോടൊപ്പം ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇത്തരത്തിൽ ഗട്ടറിലൂടെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില വളവുകളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിൽ ക്ലച്ചിലൊന്ന് കാലെടുത്ത് വെച്ചേക്കുക. താങ്ങേണ്ടതായിട്ട് വരത്തില്ല. കാരണം പെട്ടെന്നൊരു വലിയ വണ്ടി വല്ലതും കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ സൈഡ് ഒതുക്കി വണ്ടി പെട്ടെന്ന് നിർത്താനായിട്ട് നമ്മൾ മുന്നമേ ചെറിയ കയറ്റത്തോട് കൂടിയ വളവൊക്കെ കയറുമ്പോൾ നമ്മളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിലൊന്ന് വെച്ചേക്കുക. കാരണം ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല. അത് പ്രത്യേകിച്ച് നിങ്ങൾ വളവുകളിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു കാല്, ഇപ്പോൾ ഇറക്കം കൂടിയ ഒരു റോഡാണ്, ഒരു കാല് ബ്രേക്കിലും ഒരു കാല് ക്ലച്ചിലും വെച്ചേക്കുക. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഈ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് നമ്മുടെ വണ്ടി ഇത് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ആളിങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിർത്തണം. അല്ല, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നൊരു വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ സ്ലോ ചെയ്യാനായിട്ട് ഇതേ ബ്രേക്കിനോടൊപ്പം ഞാൻ ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തിട്ട് ഇതേ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് അയച്ചിട്ട് ഞാൻ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനും നിങ്ങൾ കൃത്യമായിട്ടും ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇത്രയും വീതി കുറഞ്ഞ റോഡിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഉപയോഗം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിൽ പോവുകയാണ്. ഇനി മറ്റൊരു ക്ലച്ചിൻ്റെ ഉപയോഗമാണ് നമ്മൾ ജംഗ്ഷനിൽ വരുമ്പോഴുള്ള ക്ലച്ച്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മളൊരു ജംഗ്ഷനിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം, ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇത്തരത്തിലുള്ള ജംഗ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ കാലെടുത്ത് ക്ലച്ച് പെഡലിലേക്ക് വെക്കുക. ജംഗ്ഷനോട് അടുത്ത് വരുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളുടെ കാല് ഒരു കാരണവശാലും നമ്മളുടെ കാല് ഹാഫ് ക്ലച്ചിന് പോയിന്റ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. പല ആൾക്കാരും എന്ത് ചെയ്യും, ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തിയിട്ട് ഫുൾ ക്ലച്ചിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ഹാഫ് ക്ലച്ചിൽ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നുള്ള മറ്റു വണ്ടികളൊക്കെ പോയാൽ ഉടൻ തന്നെ നമുക്ക് പിന്നെ ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലയക്കുക, ഒപ്പം ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ള ഒരു കടമ്പ മാത്രം ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ കഴിയും. എന്നാൽ നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയാണ് അവിടുന്ന് വീണ്ടും എടുക്കാൻ നോക്കുന്നതെങ്കിൽ ഒരു ബിഗിനറിന് വണ്ടി എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ലേറ്റൻസി ഉണ്ടാകും. ആ ലേറ്റൻസി വെച്ച് നമ്മൾ ഇരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ മെയിൻ റോഡിൽ മറ്റു വണ്ടികൾ വന്ന് വീണ്ടും തിരക്കുണ്ടാകും. കുറേ അധികം സമയം നമുക്ക് ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾ ക്ലച്ച് ഒരു കാരണവശാലും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് നമ്മളൊരു ഗട്ടർ റോഡ് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ഗട്ടർ റോഡ് വേണ്ട, നല്ല കുത്തനെയുള്ള ഇറക്കം, റോഡൊക്കെ നല്ലതാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് താങ്ങരുത്. അങ്ങനെ ക്ലച്ച് താങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുത്തനെയുള്ള ഒരു ഇറക്കമാണ് ഇറങ്ങി വരുന്നത്, വലിയ അപകടം ഉണ്ടാകും. ആ ഒരു സമയത്ത് നമുക്ക് വണ്ടിക്ക് എൻജിൻ ബ്രേക്കിംഗ് ആവശ്യമാണ്. അതിന് നമ്മളെപ്പോഴും ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം മെല്ലെ കാല് ബ്രേക്ക് പെഡലെ വെച്ച് നമ്മൾ ഇറക്കം ഇറങ്ങുക. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ ഇവിടെ കാണിക്കാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്കൊരു ചെറിയൊരു ഇറക്കമുണ്ട്, ചെറിയതല്ല, നല്ല ഗട്ടറോട് കൂടിയ ഒരു ഇറക്കമാണ്. നമുക്കിവിടെ ഒന്ന് ഇറങ്ങിപ്പോകാം. ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ നല്ല രീതിയിലുള്ള കുത്തനെയുള്ളൊരു ഇറക്കമാണ്. ഇവിടെ നമ്മളിങ്ങനെ ക്ലച്ച് ഫുള്ള് താങ്ങിയല്ല ഇറങ്ങേണ്ടത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് പതിയെ കാലയച്ച് വണ്ടി മൂവ് ആക്കുക. ഒപ്പം നമ്മളിതേ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഇതേ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഇതേ ബ്രേക്ക് മെല്ലെ കൊള്ളിച്ച് വേണം ഇത്തരത്തിലുള്ള ഇറക്കം ഇറങ്ങാൻ. ഇങ്ങനെ നമ്മൾ പതിയെ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങി വരുമ്പോൾ വണ്ടി തീർത്തും സ്ലോ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ മുന്നിലായിട്ട് ഒരു ഗട്ടർ വന്നു. ഗട്ടർ വരുന്ന സമയത്ത് നമ്മൾ പതിയെ ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതേ
ക്ലച്ചും കൂടെ താങ്ങി ഈ പതിയെ ഗട്ടറിലേക്ക് ഇറങ്ങാം. നമ്മൾ വരുന്നത് ഓൾറെഡി പതിയാണ് ഫസ്റ്റ് ഗിയറിൽ. നല്ല പിടുത്തത്തോടെ വരുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിയുടെ റണ്ണിങ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് ഇതേ ബ്രേക്കിനോടൊപ്പം ഇതേ ഇത്തരത്തിൽ നമുക്ക് ക്ലച്ചും കൂടെ താങ്ങി ഇറങ്ങാം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കും, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കുഴിയുണ്ട്. അപ്പോൾ എനിക്ക് ആ കുഴി ഒഴിവാക്കാനായിട്ട് ഇതേ ബ്രേക്കിലും ക്ലച്ചിലും നിന്നിട്ട് ദേ ഞാൻ വണ്ടി ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ദേ ബ്രേക്കേ വരുന്നു, ക്ലച്ചേ നിന്ന് നമ്മൾ പതുക്കെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന അയച്ചയച്ചാണ് ഇറങ്ങുന്നത്. ഇപ്പം നല്ല രീതിയിലുള്ള ഗട്ടറാണ്. ഇവിടെ നമുക്ക് ഫുൾ ക്ലച്ച് താങ്ങി ബ്രേക്ക് ചെയ്ത് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ചില ആൾക്കാർ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് മുന്നിലായിട്ട് ചെറിയ സ്ലോപ്പുകളൊക്കെ കാണും, ചെറിയ ഇറക്കങ്ങൾ. അതായത് ഒത്തിരി വലിയ ഇറക്കങ്ങളൊന്നുമല്ല, ചെറിയ ഇറക്കങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഇങ്ങനെ തേർഡിൽ പോവാണ്, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആവശ്യമില്ലാതെ ഇതേ ഇങ്ങനെ ക്ലച്ച് താങ്ങേണ്ടതായിട്ടില്ല. ഇവിടെ നമ്മൾ ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രേക്കേ വരണമെന്നുണ്ടെങ്കിൽ ബ്രേക്കേ വരിക. പല ആൾക്കാരും എന്ത് ചെയ്യും, ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ഇത് ഇങ്ങനെ ക്ലച്ചും കൂടെ ചവിട്ടി ചെറിയ ഇറക്കങ്ങൾ, അതായത് കുഞ്ഞിറക്കങ്ങൾ റോഡിൽ പോകും. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഏത് ഗിയറിലാണോ പോകുന്നത് ആ ഗിയറിൽ സാവധാനം വണ്ടിയായിട്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഗിയർ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അടുത്തൊരു ഗിയർ ഇട്ട് പോവുക. ചെറിയ ഇറക്കങ്ങൾ, കുഞ്ഞിറക്കങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്താൽ മതി. പക്ഷെങ്കിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് നമ്മൾ ക്ലച്ച് താങ്ങാനും പാടില്ല. ഇനി നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് അനാവശ്യമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, അപകടങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.